മറ്റു വാർത്തകളിലേക്ക്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള CPI തർക്കം ഇന്നും തീർന്നില്ല. LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെ കണ്ടെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ഇരു കൂട്ടരും തയ്യാറായില്ല. പകരം മറ്റൊരു പദവി എന്ന CPIM നിർദ്ദേശത്തോടും വഴങ്ങാതെ നിൽക്കുകയാണ് CPI. AKG സെന്ററിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, MN സ്മാരകത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള അസാധാരണ പ്രതിസന്ധി നിലനിൽക്കെയുള്ള രണ്ട് പ്രധാന നേതൃയോഗങ്ങൾ. യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് നിലവിലെ വിവാദങ്ങളിൽ അതൃപ്തി പരസ്യമാക്കി LDF കൺവീനറുടെ പ്രതികരണം. ഇതിങ്ങനെ പറഞ്ഞു തീർക്കേണ്ട, ഇങ്ങനെ ഒരു പുറത്തൊരു സംവാദം ഉണ്ടാക്കി തീർക്കേണ്ട ഒരു വിഷയമല്ല. പരസ്പര കൂടിയാലോചനയിലൂടെ ധാരണയിലെത്തേണ്ടതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് LDF കൺവീനർ TP രാമകൃഷ്ണൻ നേരെ MN സ്മാരകത്തിലേക്ക്. എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് കൂടിക്കാഴ്ചയ്ക്കായി കാത്ത് ബിനോയ് വിശ്വം. 30 മിനിറ്റോളം നീണ്ട ചർച്ച. ശേഷം ഒരുമിച്ചെത്തി ഇപ്പോഴും ഒന്നും തീരുമാനമായില്ലെന്ന് TP രാമകൃഷ്ണൻ. ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുക എന്നുള്ളത് ഞങ്ങളൊരു രീതിയല്ല. അതുകൊണ്ട് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയും. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് നിന്നിട്ടല്ലേ സംസാരിക്കുന്നത്. തീരുമാനം ഉണ്ടായോ ഇല്ലെന്നുള്ളത് നിങ്ങളോട് ഇപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങോട്ട് പറയാൻ പറ്റുന്ന തരത്തിലായിട്ടില്ല. ഉപനേതാവ് സ്ഥാനം സമയമാകുമ്പോൾ CPIക്ക് തന്നെ കിട്ടുമെന്ന് കൺവീനറെ മുന്നിൽ നിർത്തി ബിനോയ് വിശ്വം. CPIക്കും CPIMനും ഒരേ രാഷ്ട്രീയമാണ്, അത് LDF രാഷ്ട്രീയമാണ്. ആ LDF രാഷ്ട്രീയം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് CPIക്കും ബോധ്യമാണ്, CPIMനും ബോധ്യമാണ്. ഇടയ്ക്കുണ്ടാകുന്ന ഏത് വിഷയങ്ങളും ഇതടക്കം അതെല്ലാം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോഴും ഈ കാഴ്ചപ്പാട് ഞങ്ങൾ നയിക്കും, ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഉപനേതാവ് പദവി വിട്ടുതരാൻ കഴിയില്ലെന്നാണ് ബിനോയ് വിശ്വത്തോട് TP രാമകൃഷ്ണൻ ആവർത്തിച്ചത്. വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന് ബിനോയ് വിശ്വവും അറിയിച്ചു. മറ്റു ചില ഓഫറുകൾ ബിനോയ് വിശ്വത്തിനു മുന്നിൽ CPIM വെച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതിന് വഴങ്ങണോ എന്ന് CPI വിശദമായി ചർച്ച ചെയ്യും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.